ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബേബി ടൈം. ലൈവിൽ ഇപ്പോൾ നോമിനേഷൻ അവസാനിച്ചിരിക്കുകയാണ്. ആര്യൻ, നൂറ, സാബുമാൻ, അനീഷ് ഇങ്ങനെ ചുരുക്കം പേർക്ക് മാത്രം ഓപ്പൺ നോമിനേഷനാണ് ബിഗ് ബോസ് നൽകിയത്. ബാക്കി എല്ലാവരും പതിവ് പോലെ കൺഫെഷൻ റൂമിൽ പോയി തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ബിഗ് ബോസ് അനീഷിനോട് എടുത്ത് ചോദിക്കുന്നുണ്ട്, അനീഷിന് ഓപ്പൺ നോമിനേഷനാണോ വേണ്ടത് അതോ കൺഫെഷൻ റൂമിൽ പോകണോ എന്ന്. അപ്പോൾ അനീഷാകട്ടെ ഉടൻ തന്നെ ഓപ്പൺ നോമിനേഷൻ മതി എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ എല്ലാവരും എതിർക്കുന്ന ഒരു കാര്യമാണ് ഓപ്പൺ നോമിനേഷൻ എങ്കിൽ അനീഷ് ആകട്ടെ ഇത് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോമിനേഷൻ കഴിയുമ്പോൾ നൂറ, അനുമോൾ, ഒനീൽ, നെവിൻ എന്നിവർ ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. തനിക്ക് കിട്ടിയ ഓപ്പൺ നോമിനേഷനിൽ സാബുമാൻ ബിഗ് ബോസിനോട് നന്ദി പറയുന്നുണ്ട്. ആര്യൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറയുന്ന റീസൺ ഇതാണ്. ആദ്യമൊക്കെ അനീഷ് ഒറ്റയ്ക്കാണ് കളിച്ചിരുന്നത്. പക്ഷേ പുറത്തുനിന്നും അറിഞ്ഞ ചില ഹിൻസുകൾ കൊണ്ടാവാം ഇപ്പോൾ ഷാനവാസുമായി ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് അനീഷ് കടന്നു പോകുന്നത് എന്ന്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമായിരുന്നു എങ്കിൽ അനീഷിന് മുൻപ് തന്നെ ആവാമായിരുന്നു എന്നും പറയുന്നുണ്ട്. ലൈവ് കാണാൻ കഴിയാത്ത കൂട്ടുകാർ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി ഉടൻ വരാം.